ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. കാണാൻ നല്ല ഭംഗിയായുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരാണ് കോസ്റ്റ സ്പീഷ്യസ് വെറിഗേറ്റഡ് എന്ന് പറയും. കോസ്റ്റ സ്പീഷ്യസ് സൾബിക്കേറ്റ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ക്രേപ്പ് ജിഞ്ചർ എന്നൊക്കെ പേരുണ്ട് ഇതിന്. നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കാണുന്നൊരു പ്ലാന്റ് ആണ്. പണ്ടൊക്കെ ഇതൊരു വെറൈറ്റി ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു വെറിഗേറ്റഡ് ആയിട്ട് പല കളറിലും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ മാത്രം നമ്മളെ തൊടിയിലും കണ്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ വെറിഗേറ്റഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കളർ വേരിയേഷൻസിലുള്ളതിനാണ് നമ്മൾ വെറിഗേറ്റഡ് എന്ന് പറയുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ കളറ് വരുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൈറൽ പോലെയാണ് ഈ ഒരു ചെടി വളർന്നു വരിക. അത് കറക്റ്റായിട്ട് നിൽക്കുക. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു ഭാഗം കാണുമ്പോൾ മനസ്സിലാകാൻ കണ്ടില്ലേ, ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇത് വരുന്നത്. പോരാത്തതിന് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള തണ്ടുകൂടെ മാത്രമാണ് ലീഫുകൾ വരുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. അതായത് തണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ലീഫ് പോകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഇത് ഇലകളുടെ ഭംഗി കൊണ്ടാണ് മെയിനായിട്ട് വളർത്തുന്നതെങ്കിലും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം പൂവുണ്ടായിട്ടില്ല. ഒരു വൈറ്റ് കളറിലാണ് ഇതിന് വരുന്നത്. ഒരു ക്രേപ്പ് പോലത്തെ ഒരു വൈറ്റ് കളറിലാണ്. അതുകൊണ്ട് തന്നെ ക്രേപ്പ് ജിഞ്ചറിന് ഒരു പേരും കൂടി ഈ ഒരു ചെടിക്കുണ്ട്. ഇതിൻ്റെ തണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ലൊരു ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ തണ്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ചെടി കുഴിച്ചിടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുന്നാണ് ചെറിയൊരു കട്ട് നമുക്ക് കിട്ടിയപ്പം അത് കുഴിച്ചിട്ടിട്ടാണ് ഈ ഒരു ചെടി ഇപ്പം കാണുന്ന രീതിയിൽ വലുപ്പമായിട്ടുള്ളത്. തണ്ട് കുഴിച്ചിട്ടിട്ടും അതുപോലെ തന്നെ പുതിയ തൈകൾ ഉണ്ടാകുന്ന വഴിയായിട്ട് നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പിന്നെയും കട്ട് ചെയ്ത് പീസസൊക്കെ ഉണ്ടായപ്പം വീണ്ടും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പോട്ടിൻ്റെ അടിയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതുപോലെയാണ് തൈകൾ വരുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് വന്നത്. ആ തൈ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തൈ സെപ്പറേറ്റ് ചെയ്തിട്ടും ഇതുപോലെ ചെടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകു വശം തൊടുമ്പോൾ നല്ല സോഫ്റ്റാണ്. ടച്ച് ചെയ്യുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുക. വളരെ വെൽവെറ്റ് പോലെയാണ്. ഇതിൻ്റെ അടിവശത്താണ് അങ്ങനെ ഉണ്ടാകുന്നത്. കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ഇതുപോലെ പോട്ടിലോ അല്ലെങ്കിൽ നമ്മളൊരു ഗാർഡൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല കട്ട് ചെയ്ത് വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു ചെടി കൂടിയാണ് ഈ ഒരു വെറൈറ്റി കോസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമ്മൾ തൈയല്ല, ഒരു കഷ്ണം തണ്ടെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കഷ്ണത്തിൽ നിന്നാണ് ഈ ഒരു തൈയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം മൂപ്പുള്ളൊരു തൈയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മറ്റൊരു പോട്ടിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചെറിയ 2 പോട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ മിനറൽ വാട്ടറിൻ്റെ കപ്പ് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സാധാരണ പോട്ടി മിക്സ് തന്നെ. ഗാർഡനിങ് സോയിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉള്ളൊരു പോട്ടി മിക്സ് ആവണമെന്നൊന്നുമില്ല. സാധാരണ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചെടി തന്നെ 2ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് താഴത്തും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 ബോട്ടിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മണ്ണ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചെടി എപ്പോഴും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മറ്റൊരു ബോട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ലീഫ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് പുതിയ വേരുകൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തൈകൾ ഉണ്ടാകുന്നതും. നല്ല ബ്രൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നൊരു ഏരിയ സ്പോട്ട് ചെയ്താൽ ഇതിൻ്റെ ഈ ഇലക്ക് നല്ല വലുപ്പവും അതുപോലെ തന്നെ നല്ല വെരിഗേറ്റഡ് ആയിട്ട് വളർന്നു വരും. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കുഴിച്ചിട്ടിട്ടുള്ള തൈകളാണ് ഇതൊക്കെ. ഒന്ന് ഹെൽത്തി ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പോട്ടിലേക്കൊക്കെ മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.